ഹലോ, എല്ലാവർക്കും നമസ്കാരം. സെലക്ടപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പദശുദ്ധിയാണ്. നമുക്കറിയാം, പദശുദ്ധിയിൽ നമ്മൾ അവസാനം രണ്ട് വാക്കുകളിലെത്തി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇതാണോ ശരിയായ പദം, ഇതാണോ ശരിയായ പദമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? കറക്റ്റ് തെറ്റായിട്ടുള്ളത് തന്നെ ആൻസറായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. അത്തരം മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് ചില ശരിയായിട്ടുള്ള പദങ്ങളുടെ തെറ്റായിട്ടുള്ള പദങ്ങളും അതെങ്ങനെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നത് എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഒരൊറ്റ വാക്കിലോ ഒരു വള്ളിയിലോ ഒക്കെ ആയിരിക്കും തെറ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകുന്നത്, തെറ്റായിട്ടുള്ളത് ഉത്തരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് എന്താണ്? അങ്ങിനെ. അതിൻ്റെ ശരിയായിട്ടുള്ളത് എന്താണ്? അങ്ങനെ എന്നതാണ്. ഇവിടെ നോക്കുക, ഈ ഇങ്ങായിക്കിട്ട വള്ളി കാരണമാണ് നമുക്കത് തെറ്റിയത്. അങ്ങിനെ എന്നതല്ല ശരിയായത്. എന്താണ്? അങ്ങനെ എന്നതാണ് ശരിയായത്. അടുത്ത പദം എന്താണ്? അച്യുതൻ. ഇവിടെ എന്താ? അച്ചു. ഇങ്ങോട്ട് നോക്കുക, അച്യുതൻ എന്നതാണ് ശരിയായിട്ടുള്ളത്. അച്ചു, ചു, ച്യു. അച്യുതൻ, അച്യുതൻ. അടുത്തത് നോക്കുക, അഞ്ജലി എന്നതാണ് പദം. ഇവിടെ എന്താണ് വ്യത്യാസം രണ്ട് വാക്കുകളും തമ്മിൽ? തെറ്റായിട്ടുള്ള വാക്കും ശരിയായിട്ടുള്ള വാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നോക്കുക, ആദ്യം വന്നിരിക്കുന്നത് ജായാണ്, എന്നാൽ ശരിയായിട്ടുള്ളതിൽ എന്താണ് ആദ്യം വന്നത്? ഞായാണ്, അഞ്ജലി. അതുപോലെ തന്നെ അടുത്ത പദം നോക്കുക, അജ്ഞാനം. അജ്ഞാനത്തിൽ എന്താ? നേരെ തിരിച്ചാണ്. ആദ്യം വരേണ്ടത് എന്താ? ജ, പിന്നെയാണ് ഞാ വരുന്നത്, ജ്ഞാനം. അത് നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അഞ്ജലി, അഞ്ജലിയിൽ എന്താണ് ആദ്യം വരുന്നത്? ശരിയായിട്ടുള്ളതിൽ ഞായാണ് വരുന്നത്. ഞാൻ, അഞ്ജലി. എങ്ങനെ ഓർക്കുക? അഞ്ജലി, ഞാനാണ് അഞ്ജലി. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? അഞ്ജലിയിൽ ഞായാണ് ആദ്യം വരുന്നത്. എന്നാൽ നേരെ തിരിച്ച് അജ്ഞാനത്തിലാണെങ്കിലോ ജായാണ് ആദ്യം വരുന്നത്. അവിടെ ജായാണ് ആദ്യം വരുന്നത്. അടുത്തത് നോക്കുക, അടിമത്വം. അടിമത്വം അല്ല, ശരിയായത് എന്താണ്? അടിമത്തം. അടിമത്തം. ത്വം അല്ല, തം ആണ്. അടുത്തത് നോക്കുക, അണുവായുധം. അത് തെറ്റാണ്. ശരിയായത് എന്താണ്? അണ്വായുധം. അണുവായുധമല്ല, അണ്വായുധമാണ് ശരിയായ പദം. അടുത്തത് നോക്കുക, അണ്ഡം. ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത്? ഇവിടെ വ്യത്യാസം വരുന്നത് ഒരു ഢായുടെ വ്യത്യാസത്തിലാണ് ആ വാക്ക് മാറിപ്പോകുന്നത്. സാ തിരിഞ്ഞിരിക്കുന്ന ഢായാണ് വരുന്നത്, ഢ അല്ല. അടുത്തത് നോക്കുക, അണ്ഡകടാഹം. അതും എങ്ങനെയാണ്? ഘ എന്ന അക്ഷരവും ഠ എന്ന അക്ഷരവും വെച്ച് നമുക്കത് മാറിപ്പോവാം. എന്താ? മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഢായാണ്, അതുപോലെ തന്നെ ഘായല്ല, ഹായാണ് വരുന്നത്. ഇവിടെ എന്താണ് ആദ്യത്തെ തെറ്റായിട്ടുള്ളതിൽ? ഘ, മേഘത്തിൻ്റെ ഘായാണ് വരുന്നത്. എന്നാൽ ശരിയായിട്ടുള്ളതിൽ എന്താണ്? ഹായാണ് വരുന്നത്. അടുത്തത് നോക്കുക, അതാത്. അതാതല്ല, ശരിയായത് എന്താ? അതതാണ് ശരിയായത്. അതാത് അല്ല, അതത്. ഇവിടെ നോക്കുക, താ എന്ന് വന്നപ്പോൾ തെറ്റിപ്പോയി. ശരിയായതിൽ എന്താ? അതത്. അതാത് അല്ല, അതത്. അടുത്തത് നോക്കുക, അധിപതി. മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ധായാണുള്ളത്. രണ്ട് തായല്ല അധിപതിയിൽ വരുന്നത്. നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ ലാസ്റ്റ് ഇത് രണ്ടിലൊന്ന് ഡൗട്ടായി നിൽക്കും. ശരിയായിട്ടുള്ളതും അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള പദങ്ങൾ നമ്മൾ എപ്പോഴും സ്റ്റക്കായി നിൽക്കാറുണ്ട്. അധിപതി, അത് അധിപതി എന്ന് കാണുമ്പോൾ അറിയുക, അധിപതി അല്ല, അധിപതിയാണ് ശരിയായ പദം. അടുത്തത് എന്താണ്? അത്യാവശ്യം എന്നാണ് കണ്ടിരിക്കുന്നത്. ശരി ഏതാണ്? അത്യാവശ്യം. അത്യാവശ്യമല്ല, വശ്യം, അത്യാവശ്യം. അതുപോലെ തന്നെ അടുത്തത് നോക്കുക, അധിഷ്ഠിതം. അധിഷ്ഠിതമാണോ ശരിയായത്? അല്ല. എന്താണ്? ധായാണ് വരുന്നത്. അധിഷ്ഠിതത്തിലും മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ധായാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് നോക്കുക, അത്യുജ്വലം. അച്ഛൻ്റെ ഛായാണ് തെറ്റായിട്ടുള്ളതിൽ തന്നിരിക്കുന്നത്. എന്നാൽ ശരിയായിട്ടുള്ളത് നോക്കുക, അത്യുജ്വലം. ജ്വലം, ഝ. അത്യുജ്വലമല്ല, അത്യുജ്വലമാണ് ശരിയായ പദം. അതുപോലെ തന്നെ അതൃപ്തി. അതൃപ്തി എങ്ങനെ നമുക്ക് തെറ്റാം? തൃ, അതൃപ്തി, അതൃപ്തി. നോക്കുക, അവിടെ തൃ അല്ല, അതൃപ്തി, തീയാണ് വരുന്നത്. അടുത്തത് എന്താണ്? അത്ഭുതം. അതെങ്ങനെ തെറ്റാൻ ചാൻസ് ഉള്ളത്? അത്ഭുതം നമ്മൾ തായ്ക്ക് പകരം ധായാണെന്ന് വിചാരിക്കാം. ധായാണെന്ന് വിചാരിച്ച് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ് അത്ഭുതം. അടുത്തത് നോക്കുക, അധ്യാപകൻ. അധ്യാപകൻ എന്ന് ഒന്നല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. തെറ്റേതാണ്? ഈ ധ വരുന്നത് തെറ്റാണ്, ധ വരുന്നത് തെറ്റാണ്. ധ മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ധ വന്നാൽ അത് ശരിയാണ്. അതുപോലെ തന്നെ
ധ വന്നാലും രണ്ട് ദാ കൂടി ചേർന്ന് വരുന്നതും ശരിയാണ്. അടുത്തത് എന്താണ്? അധകൃതൻ എന്നതാണ് പദം. ശരിയായത് എന്താണ്? അധകൃതനാണ് ശരിയായ പദം. അധകൃതനല്ല, അധകൃതനാണ് ശരിയായ പദം. അനിശ്ചിതം. ചി അല്ല വരുന്നത്, ചി. അനിശ്ചിതം. നോക്കുക, അനിശ്ചിതം. അതുപോലെ തന്നെ അനുകൂലനല്ല, ശരിയായത് എന്താണ്? അനുകൂലൻ. അനുകൂലനും അനുകൂലനും കണ്ട ഏത് ചൂസ് ചെയ്യണം? അനുകൂലൻ. ഏതാണ് ശരിയായത്? അനുകൂലൻ. അടുത്തത് എന്താ? അനിരഞ്ജനം. അനിരഞ്ജനമാണോ ശരിയായത്? അല്ല, ശരിയായത് എന്താണ്? അനുരഞ്ജനമാണ് ശരിയായത്. അനിരഞ്ജനമല്ല, അനുരഞ്ജനം. അടുത്തത് നോക്കുക, അനുഷ്ഠാനമാണ്. അനുഷ്ഠാനത്തിന് തെറ്റുന്നത് എങ്ങനെയാ? അനിഷ്ഠാനം. അനിഷ്ഠാനമല്ല, അനുഷ്ഠാനമാണ് ശരിയായത്. അതുപോലെ തന്നെ അനുഗ്രഹീതൻ, അത് നമുക്ക് തെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താ? ഇവിടെ ഡിഫറൻസ് ഘ്ര വന്നാൽ തെറ്റാണ്, ഗ്രാ വന്നാൽ തെറ്റാണ്. ഗൃ അനുഗ്രഹീതൻ. അനുഗ്രഹീതനല്ല, അനുഗ്രഹീതൻ. നോക്കുക, ചെറിയൊരു ഡിഫറൻസ് ആണ്, നമുക്ക് തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. നന്നായി നോക്കി വെക്കുക. അടുത്ത എന്താ? അന്ധകരണം എന്നത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് എന്താണ്? അന്ധകരണമാണ് ശരിയായത്. അന്ധകരണമല്ല, അന്ധകരണമാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ അപഗ്രഥനം. അപഗ്രഥനമാണ്, ഗ്രായാണ്. അപഗ്രഥനമല്ല, ഗ്രായാണ്. അല്ല, ഗ്രായാണ് ശരിയായത്. അപരാധം. ഇവിടെയും എന്താണ്? ഒരു ധായുടെ വ്യത്യാസമേ ഉള്ളൂ. മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ധായാണ് അപരാധത്തിൽ വരുന്നത്. അപരാധം. അടുത്തത് എന്താണ്? അബ്ധി. അബ്ധിക്ക് ഏത് ധായാണ് ശരിയായത്? അബ്ധി. കടലൊക്കെ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ധി. മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ധായാണ് അബ്ധിയിൽ വരുന്നത്. അടുത്തത് എന്താണ്? അരിഷ്ടം. അരിഷ്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത്? ഢ വെച്ച് നമുക്ക് തെറ്റാം. സാധാ ഡായാണ്, ഢ ഒന്നുമല്ല. അരിഷ്ടം. അരിഷ്ടം അല്ല, അരിഷ്ടം. അതുപോലെ അടുത്ത് നോക്കുക, അഭ്യസ്തവിദ്യൻ. എന്താ ശരിയായിട്ടുള്ളത്? സായും ധായും കൂടെ അല്ല ചേരുന്നത്. സായും രഥത്തിൻ്റെ ധായും അല്ല, മറിച്ച് എന്താണ്? സായും തായുമാണ്. അഭ്യസ്തവിദ്യൻ അല്ല, അഭ്യസ്തവിദ്യൻ. അടുത്തത് എന്താണ്? അവധി.